നമസ്കാരം എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ക്യാമറയുടെ മുമ്പിലേക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം അതാണ് ചെർണോബിൽ. ചെർണോബിൽ എന്ന് വെച്ചാൽ ഉക്രൈനിൽ പെട്ട ഒരു സിറ്റിയാണ് ചെർണോബിൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ സ്ഫോടനം നടന്നിട്ട് മൊത്തം തകർന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ മാറ്റി ഇത്രയും വർഷമായിട്ട് അവിടെ ആൾതാമസമില്ല, വിജനമായി കിടക്കുന്ന അബാൻഡൻ സിറ്റിയാണ്. അബാൻഡൻ സിറ്റി എന്ന് വെച്ചാൽ അവിടെ ഹോട്ടൽസ് ഉണ്ടാവും, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, സ്കൂളുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെങ്കിൽ അബാൻഡൻ ചെയ്യുന്ന സമയത്തുള്ള അതേ കോലത്തിലേക്ക് ഉണ്ടാവുക. ഒരു മനുഷ്യന് പിന്നെ അവിടെ താമസിക്കാനോ പിടിക്കാനോ പോയിട്ടുണ്ടാവില്ല. അതാണ് അബാൻഡൻ സിറ്റി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ഒന്ന് ചെർണോബിലിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല. Hello. Yeah, hi. നമ്മുടെ ഗൈഡാണ്. You can introduce yourself. Unfortunately, I don't understand anything what he speaks right now. I don't understand your language. You can speak in English, but you can introduce yourself. Okay, so hello guys, my name is Alexandra. I'm guide in Chernobyl, and hopefully you will get the same hair color after this tour as I have. It's all about radiation, you know. Yeah, the hair color is because of the radiation. Yeah. And just in case I'm not glowing in the dark, in case if you're afraid of this. പിന്നെ നമ്മുടെ ഗൈഡാണ്. നമ്മുടെ ബ്രോ ഉണ്ട്. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. സമയം 9:30 മണി. ഞങ്ങൾ 6 മണിക്ക് കീവിൽ നിന്ന് ഇറങ്ങിയതാണ്, 6-7 മണിക്ക്. അപ്പം നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗത്ത്. ഇത് ബെലാറസിൻ്റെ ബോർഡറാണ് ചെർണോബിൽ എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകളാരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുമാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം ഒരു ചെർണോബിലിൻ്റെ വീഡിയോ എന്താ പറയുക, കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പം ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യണേ. വിടാം നമുക്ക്. കീവിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് ചെർണോബിലേക്ക് പോകാനുള്ളത്. നമുക്കതിൽ ടാക്സി എടുത്തിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉള്ളത്. ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഗൈഡ് നമ്മുടെ ജോബിന് പുറകിലിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചെർണോബിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് പറയാം. അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരത്തി ഇവിടുത്തെ ഗൈഡാണ്. ഇപ്പം ശരിക്കും കൊറോണയ്ക്ക് ശേഷം ഇവർക്ക് അങ്ങനെ കസ്റ്റമേഴ്സൊന്നും ഇല്ല. ഒരു അബാൻഡൻ പ്ലേസിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. സാധാരണ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ആ ഒരു ടൗൺ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ എവിടെ പോയാലും മനുഷ്യന്മാരാണ്. അപ്പോൾ എന്നാലും നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. ഇത് ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ കെറ്റഗോമിക്ക് പോയാൽ തന്നെ പിന്നെ നമ്മൾ 3 പേരുണ്ടായിരുന്നു ഗൈഡല്ലാതെ. ഇപ്പോഴും നമ്മൾ 3 പേരും മാത്രം ഉണ്ടാവും. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, I can hurt you like you hurt me too. We're letting go, drifting apart. We're letting go, drifting apart. I can hurt you like you hurt me too. We're letting go, drifting apart. We're letting go, drifting ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തി. എൻട്രൻസിലുള്ളത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് നമുക്ക് പാസ്പോർട്ട് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം. പാസ്പോർട്ടും വേണം. അതിൻ്റെ കൂടെ ഇതാണ് നമ്മുടെ ഈ ടിക്കറ്റായിട്ട്. ഈ ടിക്കറ്റ് പാസ്പോർട്ടും വേണം. ഇത് കാണിച്ചാൽ മാത്രം നമുക്ക് ഇത് അകത്ത് കയറാൻ പറ്റും. പിന്നെ അതുപോലെ ഇവർ ഒരു ഡിവൈസ് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഉണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനിതിൻ്റെ അകത്ത് കയറി ഉള്ളിൽ പോയി എല്ലാം കറങ്ങി അടിച്ച് വൈകുന്നേരം തിരിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം റേഡിയേഷൻ എനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് ഇതിലറിയാൻ പറ്റും. ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും റേഡിയേഷൻ ലെവൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. ഒന്നും കൂടി അറിയാത്തവരോടാണ് ഏറ്റവും കൂടുതൽ റേഡിയേഷനുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. റേഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതും ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പൊട്ടിത്തെറിച്ച വകയിലുള്ള റേഡിയേഷനാണ്. അപ്പം കെയർ ചെയ്യണം. വേറെ കാര്യം കൂടി ഗൈഡ് എനിക്ക് സ്പെഷ്യലായിട്ട് ഇത് എൻ്റെ കയ്യിലൊരു റേഡിയേറ്ററിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിലറിയാൻ പറ്റും എത്രത്തോളം റേഡിയേഷൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 0.11 ആണ്, 11 ഇപ്പോൾ റേഡിയേഷൻ ഉള്ളത്. ഇത് ഉള്ളിൽ കയറിക്കാൻ ഈ സാധനം പിപ്പി അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയയിലും ഓരോ റേഡിയേഷൻ ആയിരിക്കും കേട്ടോ. റേഡിയേഷൻ്റെ ഒരു കൂമ്പാരം നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെർണോബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ നമ്മൾ പോകുന്ന ഒരു ഭാഗം കാണിച്ചിടാം. ഇതാണ് റോഡ്. എങ്ങനെയുണ്ട്? നല്ല വൃത്തിയില്ലേ? നമ്മൾ ഈ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെ നിർത്തിയാണ്. ഇവിടെ റേഡിയേഷൻ ലെവൽ 12 ആണ്.
ഓക്കെ. അപ്പോൾ എന്താ ഇത് ആ ഒരു ടൈമിൽ ഉപയോഗിച്ച ഹോസ്പിറ്റലായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ആൾതാമസവും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. 1986 ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾ. പക്ഷെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മരമൊക്കെ വീണിട്ട് നോക്കിയാൽ നിലത്ത് മരത്തിൻ്റെ പലകയാണ്. തണുപ്പൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഴയ എഴുത്തൊക്കെ പഴയ അന്ന് ഉപയോഗിച്ച പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോവിയറ്റിന്റെ കമ്മ്യൂണിസ്റ്റ് സിംബലൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റിന്റെ സോവിയറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. സോവിയറ്റ് ക്രാസ്നി ക്രസ്റ്റ്. ഇതൊക്കെ ശരിക്കും നമ്മൾ പറ്റിക്കാൻ കൊണ്ടുവച്ച ഇതെല്ലാം ഒറിജിനൽ അല്ലേ? അല്ലല്ല, ഇത് ഒറിജിനൽ ആയിട്ട്. വാ, അതുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ ബിൽഡിങ്സ് ഉണ്ട്. മനസ്സിലാക്കേണ്ടത് നമ്മളിനി അങ്ങോട്ടേക്ക് ഒരു സ്ഥലത്ത് ആൾതാമസം ഉണ്ടാവില്ലേ, ഇതൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഒരു മനുഷ്യൻ ജീവിക്കാത്ത സ്ഥലം ഇതൊക്കെ. ടൂറിസ്റ്റുകൾ വന്ന് ഇങ്ങനെ പോകുന്നല്ലാണ്ട് വേറെ ആരുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നിടത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. മരങ്ങൾ നോക്കിയാൽ. പക്ഷെ ഇവിടെ ഒരു ബോട്ടിലാണെന്നുണ്ട്, ടൂറിസ്റ്റുകൾ കളിയായിരിക്കും. അത് എവിടെ ഇങ്ങനത്തെ പറയണുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത് പണ്ട് കാലത്ത് ഇവിടുത്തെ ചെറിയൊരു കടയാണ്. ഈ ഒരു ഏരിയയിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു കടയാണ്. ഇതാണ് കട. പക്ഷെ ഒന്നുമില്ല, ആ ബിൽഡിങ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. 34 വർഷം മുമ്പുള്ള. യെസ്. എന്താ എഴുതിയെന്താ ഇതിൻ്റെ മുകളിൽ? ഇത് കടാന്നല്ല എൻ്റെ പേര്? ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത്. അബാൻഡനാണ്. ഇതിനകത്തൊന്നും ഇല്ല. എല്ലാം ആരൊക്കെ സാധനങ്ങൾ വാരിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയൻ്റെ അകത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് പോലും പുറത്ത് കൊണ്ടുപോകാനോ ഒന്നും പാടില്ല കേട്ടോ. കാരണം റേഡിയേഷൻ ഉള്ളതുകൊണ്ടാണ്. ഒന്നും കൊണ്ടുപോകാനൊന്നും പാടില്ല. ഗ്ലാസ്സൊക്കെ തകർന്നു. ഇതേതാ കമ്പനി പെയിൻറ്? ഒരു അനക്കം വന്നിട്ടില്ലല്ലോ. നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തല്ലോ നമുക്ക്. ഓക്കെ, നമുക്കിനി ഒരുപാട് സിറ്റീസ് പോകാനുണ്ട്. അതെ, അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പോവാം. ലെറ്റ്സ് ഗോ. പ്രിയപ്പാറ്റ് എന്നുവെച്ചാൽ അത് ഒരു വലിയൊരു ടൗൺ ആട്ടി ഇവിടുത്തെ. ജോബിനെ, നീ ഒരു ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോസിലൊക്കെ. എന്താ ജോബിനെ, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ബുക്കോവിലാണ് ജോബിൻ്റെ തട്ടകം. മരങ്ങളൊക്കെ നോക്കിയാൽ മനുഷ്യനില്ലാണ്ട് നിന്ന ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. മനുഷ്യവാസമില്ലാത്ത ഭൂമി, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ കണ്ട ഒരു സംഭവമാണ് എന്താ ഇത് കണ്ടത്. ഇത് ശരിക്കും ഈ ചെർണോബിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസുകാരുടെ ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റാണിത്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അന്ന് അവർ ഉപയോഗിച്ച ആ ഒരു ലാഡ കാർ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ലംബോർഗിനിയാണ് ലാഡ കാർ. അന്ന് അവർ ഉപയോഗിച്ച ലാഡ കാർ ഇവിടെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് പോലീസുകാർ ഉപയോഗിച്ച ആ കളറ് അല്ലെങ്കിൽ ആ പോലീസ് വണ്ടി കേട്ടത്, പോലീസുകാർ അന്ന് ഉപയോഗിച്ച ആ ഒരു യൂണിഫോം, അതൊക്കെ അവർ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഇവിടെ. ലാഡ കാറാണിത്. ഇത് ചെക്ക് പോസ്റ്റാണ്. ഈ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇവിടെ നിന്നാണ് ചെക്ക് പോസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ആ പോലീസുകാരന്ന് ഉപയോഗിച്ച മെഡിക്കൽ കിറ്റ്, അതുപോലെ അവരുടെ തൊപ്പികൾ, കാര്യങ്ങൾ, പിന്നെ ഡയറി, എഴുതാൻ ഉപയോഗിച്ച ഡയറി, ഇതൊക്കെ 1986 കാലഘട്ടത്തിൽ ഉണ്ടായതാണ് കേട്ടോ. ഉണ്ടല്ലേ? ഇവിടെ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവരൊന്ന് മൊഞ്ചാക്കി വെച്ചിരുന്നു, അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഞാൻ മാറിക്കാം. ഇപ്പം ക്ലിയർ അല്ലേ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, വായിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിന്നെ ഒഡേസ അല്ലെങ്കിൽ നമ്മൾ കീവ് എന്നൊക്കെ പറഞ്ഞൊരു സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിറ്റി ഉണ്ട്, വണ്ടികളും കാറുകളൊക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിലും മനുഷ്യന്മാരുണ്ടാവില്ല കേട്ടോ. ലെറ്റ്സ് മൂവ്. Hello. She looks so pretty, right? Oh, thank you. Don't make me blushing, come on. By the way, look, this sign is pretty famous. Yeah, what is that? Yeah, let's go. Let's walk there. Yeah, let's go. ഇതാണ് ഈ ചെർണോബിൽ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള കവാടം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഈ നീല അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതെന്താ അറിയോ? ചെർണോബിൽ എന്നാണ് ഇത് വായിക്കുക, ചെർണോബിൽ. പിന്നെ ഇത് സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു കാലഘട്ടത്തിലുണ്ടോ നമ്മുടെ അരിവാൾ ചുറ്റികയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ആ ഒരു ലോഗമാണ് അരിവാൾ ചുറ്റിക, പിന്നെ വെൽക്കം സൈൻ ആയിട്ട് ഇത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശരിക്കും ഒരു ന്യൂക്ലിയർ പിന്നെ എന്താ പറയുക സ്ഫോടനം നടന്നു 1986 ഏപ്രിൽ 26 പുലർച്ചെ 1:23
ഈ പട്ടണത്തിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു ഉക്രൈൻ ആ സമയത്ത്. അപ്പോൾ അവർക്ക് ഇവിടെ ആണവ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ഉണ്ടായിരുന്നു. അവരത് ഉപയോഗിച്ചത് നമ്മുടെ പവർ സപ്ലൈയിലെ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതിലവർക്ക് പിന്നെ ഉള്ള റിയാക്ടറിൽ നമ്പർ 4 റിയാക്ടർ അവരെന്തോ ഒരു പരീക്ഷണത്തിൻ്റെ കാര്യത്തിനോട് അവരെടുത്തപ്പം അവരുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിത്തെറിച്ചു 2 പേരെ മരിച്ചുള്ളൂ. ആ 2 പേരും പക്ഷേങ്കിൽ ഈ റേഡിയേഷൻ വന്നിട്ട് മരിച്ചതല്ല, ആ പൊട്ടിത്തെറിയിൽ വന്ന പ്രശ്നങ്ങൾ മരിച്ചതാണ്. പക്ഷെ പിന്നീടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ന്യൂക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷനാണ്. റേഡിയേഷൻ എന്ന് വെച്ചാൽ നല്ല ഹെവി ലെവൽ റേഡിയേഷൻ. ഇത് ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എടുത്തിറങ്ങുന്നുണ്ട്. ഇവിടെ 18 നമ്മൾ അവിടെ കീവിൽ നിന്നൊക്കെ നോക്കുമ്പോൾ 9 ആയിരുന്നു. ഇവിടെ 18-19 റേഡിയേഷൻ. നമ്മളിപ്പോഴും നമ്മൾ ആ ഒരു ന്യൂക്ലിയറിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അവിടെ എത്രയോ കിലോമീറ്റർ ഇപ്പോഴും ഉള്ളത് 18. അപ്പോൾ അങ്ങനെയാണ് ഈ നാട് മുഴുവനും ഇവിടുത്തെ ഗവൺമെൻറ് ഒഴിപ്പിച്ചു. 2 ലക്ഷത്തിന് മേലെ ആൾക്കാരെ ഒറ്റയടിക്ക് ഇവർ ഒഴിപ്പിച്ചു. ഒറ്റ രാത്രിയോടെ തന്നെ ബസ്സുകളിൽ നിരത്തി ഇവിടുന്ന് ഒഴിപ്പിച്ചു. പിന്നെ അന്ന് മുതൽ ഇതൊരു പ്രേത നഗരി പോലെയായി. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം 50,000 ആൾക്കാർ ഇവിടെ തിരിച്ചു താമസിക്കാൻ വേണ്ടി വന്നു. പക്ഷേ അതിൽ നിന്ന് 100-102 കുടുംബങ്ങൾ മാത്രം ഇപ്പോഴും ഇവിടെ ഉള്ളൂ. വേറെ ആരും കേട്ടോ. ഇത്രയും വലിയ ഈ സിറ്റിക്കുള്ളിൽ 102 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അതും അവർ താമസിക്കുന്ന ഏരിയയിൽ മണ്ണ് വരെ ഗവൺമെൻറ് മാറ്റി റേഡിയേഷനുള്ള മണ്ണൊക്കെ കിളച്ച് മുകളിലുള്ള ബെഡൊക്കെ മാറ്റിയിട്ട് വേറെ മണ്ണിട്ട് കൊടുത്തു അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത് ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എവിടെയും കിട്ടില്ല. അബാൻഡൻഡ് സിറ്റി. നമ്മളിപ്പോൾ കണ്ണൂർ ടൗണിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എറണാകുളം ടൗണിൽ പോകുന്നു, ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്തായിരിക്കും? നിങ്ങൾ ഈ സോംബി സിനിമയിലെ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ എറണാകുളം ടൗണിൽ പോകുന്നു, അവിടെ മാളുണ്ട്, ബോട്ട് യാർഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു മനുഷ്യനെ ഒരു മൃഗത്തിനെ കാണാൻ പറ്റില്ല. ബിൽഡിങ്സ് മാത്രം. വണ്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഷോറൂം പോയി കഴിഞ്ഞാൽ ബൈക്ക് ഉണ്ടാവും, പുതിയ കാറുകളുണ്ടാവും, ഹോട്ടലിൽ പ്ലേറ്റുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് മനുഷ്യനുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും ഫീല്? ആ ഫീലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കണ്ടോ? ഇത് ലെനിൻ്റെ സ്റ്റാച്ചു ആണ്. കമ്മ്യൂണിസ്റ്റ് ലെനിൻ്റെ സ്റ്റാച്ചു ആണ്. ഈ ഒരു സ്റ്റാച്ചുവിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ആദ്യം സ്റ്റാച്ചു കണ്ടു നോക്ക്. ഇത് ലെനിൻ അങ്ങനെ ഒരു കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉക്രൈനിലെ ഒരുപാട് ലെനിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ 2013-14 ശേഷം എല്ലാവരും ഇത് പൊളിച്ചു കളഞ്ഞു. ഇപ്പം ഉക്രൈൻ എന്ന രാജ്യത്തെ ലെനിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഏക പ്രതിമ എന്ന് പറയുന്നത് ഇതാട്ടോ. അതും ചെർണോബിൻ്റെ ഉള്ളിലായതുകൊണ്ട് മാത്രമാണ് ഇത് ബാക്കിയത്. അല്ലെങ്കിൽ ഇതും പൊളിച്ചേനെ അല്ലേ? ഇവിടെയൊക്കെ കല്ലൊക്കെ ഇളകി പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം പിന്നെ ഈ ഒരു ഏരിയ ഇല്ലേ, ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കാണിച്ച ഈ ഒരു ഏരിയ, ഇത് ശരിക്കും ഇവിടുത്തെ ഒരുപാട് കമ്പനികളൊക്കെ അവരുടെ സ്റ്റാഫുകളൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി എൻട്രൻസിനടുത്ത് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പുറകിൽ കാറൊക്കെ വരുന്നുണ്ടോ. അപ്പം ഇവിടെയൊക്കെ ബിൽഡിങ്സ് കാണാം, ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് മീൻസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 15 ദിവസം ഷിഫ്റ്റിന് വന്നിട്ട് പോകുന്ന കേട്ടോ. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പർ കട്ടിങ്സൊക്കെ ഈ ഒരു വലിയൊരു ബിൽഡിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ വെച്ചാൽ നമുക്കിത് ഉക്രൈനിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അറിയാത്തതുകൊണ്ട് നമുക്കിത് വായിക്കാൻ പറ്റില്ല. നമുക്കല്ല, എനിക്ക് വായിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് വലിയൊരു സംഭവം കേട്ടോ, ഭയങ്കര വലിപ്പമാണ്. ഞാൻ ഈ ഗോപ്രോയിൽ വൈഡ് ലെൻസിലൂടെ ചെറുതായിട്ട് തോന്നി. എത്രയോ നില കെട്ടിടത്തിന് ഹൈറ്റ് ഉണ്ട്. ഇത് ശരിക്കും ഇവിടുത്തെ പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ ഇല്ലേ, ന്യൂക്ലിയർ റിയാക്ടർ നമുക്ക് അപ്പുറം കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഈ ന്യൂക്ലിയർ റിയാക്ടറിലേക്കുള്ള വെള്ളം അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത് പമ്പ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട്. ഇത് ഭയങ്കര വലിപ്പമാണ്. ഇവിടെ കുഞ്ഞു കനാലൊക്കെ ഉണ്ട്. പിന്നെ ആ വശത്തായിട്ട് ഒരു റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇവിടെ അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ കൂമ്പാരങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പണിതിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് അവിടെ ബ്ലാസ്റ്റായി, അപ്പുറം റിയാക്ടർ പൊട്ടിത്തെറിച്ചു, മൊത്തത്തിൽ പണി കിട്ടി. ഇതിൻ്റെ പണിയൊക്കെ പെൻഡിങ് ആയി. ഇപ്പോഴും ഒരു അനക്കമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു അനക്കമില്ലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്ര മനോഹരമായ സ്ഥലം. പിന്നെ ഈ നമ്മൾ ഈ കാണാൻ വന്ന പ്രിപ്പയർഡ് സിറ്റി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കുറേ പറയാനുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, ഇത് കണ്ടല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂക്ലിയറിൻ്റെ ആ ഒരു സംഭവം കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ റെയിൽവേ ട്രാക്ക് കേട്ടോ. 1986 ശേഷം ഈ റെയിൽവേ ട്രാക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് റെയിൽവേ ട്രാക്ക്. ഇതിൽ ഇവിടുത്തെ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ട്രാക്ക് ചെയ്ത്, പക്ഷേ ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല. കാരണം സിറ്റി അപ്പാൻഡൻ ആയില്ലേ, ആൾക്കാരൊന്നും വരാനില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? പോവാം. സോ ഇതാണ് നമ്മുടെ കാണാൻ വന്ന സംഭവം.
ഇത് കണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ആണ്, ഇതാണ് ഇവിടുത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ബിൽഡിംഗ് കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് വലത്തെ സൈഡാണ് കറുത്താണ് ഒന്നാമത്തെ ന്യൂക്ലിയർ റിയാക്ടർ. രണ്ടാമത്തെ ഈ കറുപ്പ് കണ്ടോ, ഈ കറുപ്പ് ആണ് രണ്ടാമത്തത്, ഈ വടി പോലത്തെ മിനാരത്തിന് ഇപ്പുറമുള്ളത്. അതുപോലെ ഇടത്ത് സൈഡ് ആ ഒരു റൗണ്ട് ഷേപ്പ് കണ്ടോ, അതിൻ്റെ ബിഗിനിങ്ങിലായിട്ടുണ്ട്, അതാണ് മൂന്നാമത്തത്. ആ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ പൊത്തി വെച്ചതാണ് നാലാമത്തത്, പൊട്ടിത്തെറിച്ചതാണ്. അതിൽ നിന്നും റിയാക്ടറിൻ്റെ റേഡിയോ ഇത് പുറത്ത് പോകാണ്ടൊക്കെയാണ് അവർ കവർ ഇട്ട് കേട്ടോ, അതെല്ലാം അവിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ഈ ഇവിടെ കണ്ടോ, ഇത് അഞ്ചാമത്തെ റിയാക്ടറിൻ്റെ പണി നടന്നു കൊടുക്കലാണ്. അപ്പോൾ നാലാമത്തെ പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അഞ്ചാമത്തെ റിയാക്ടറിൻ്റെ പണി അവിടെ തീർന്നു. പിന്നെ ഇതിൻ്റെ അപ്പുറം സൈഡാണ് നമ്മൾ നേരത്തെ വന്നിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ പോയത് അവിടെ കണ്ടോ ലാസ്റ്റ്, അതാണ് നമ്മൾ നേരത്തെ ഈ അഞ്ചാമത്തെ റിയാക്ടറിൻ്റെ പണിക്ക് വെള്ളം എടുക്കാനെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഈ നാലാമത്തെ റിയാക്ടർ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇവർ പണികൾ മുഴുവൻ നിർത്തി വെച്ചിട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സൈഡിലേക്കൂടെയാണ്, സൈഡിലേക്കൂടെയാണ്. നമ്മളിതിന് ചുറ്റും ഇങ്ങനെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കില്ല. ഇവിടെ കനാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വലിയൊരു ടൗൺഷിപ്പ് ഇത്, ടൗൺഷിപ്പിന് അതിലേക്കൂടെ പോകുന്നുണ്ട്. പ്രിപ്യാത്തല്ല, അത് വേറെ അടുത്ത സൈഡ് കാണുന്നുണ്ടോ, അത് കാണുന്നുണ്ടോ, അതാണ് ശരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റ് നാലാമത്തെ അതാണ് ശരിക്കും പൊട്ടിത്തെറിച്ച നാലാമത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. We need to stop somewhere and we need to explain the things. We will make a stop next to the reactor 4. There is a good place and also there is a monument dedicated to the construction of the first shelter. Okay. ഇത് കണ്ടോ നിങ്ങള്, ശരിക്കും ഇത് മൂടി വെച്ചിട്ടുള്ളത്, പൊത്തി വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലാണ് സംഭവം ഉള്ളത്. അതെന്താണെന്നല്ല അപ്പുറം നിർത്തി ഞാൻ പറഞ്ഞുതരാം. ഈ പോകുന്ന വഴിക്കുള്ള ഇത് കണ്ടോ, ഇവിടെ ശരിക്കും ഇപ്പം ഇലക്ട്രിസിറ്റി ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിർത്തി വെച്ചു. 2000-ലായിരുന്നു അവസാനമായിട്ട്. 86-ന് ശേഷം 14 കൊല്ലം പൊട്ടിത്തെറിച്ചിട്ട് 14 കൊല്ലം അവരിവിടെ കറണ്ട് ഉത്പാദിപ്പിച്ചിരുന്നു. പക്ഷെ 2000-ന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്നില്ല. ഓക്കെ, സോ ഇതാണ് നാലാമത്തെ പവർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള നാലാമത്തെ റിയാക്ടറില്ലേ പൊട്ടിത്തെറിച്ചത്, അത് അവർ പൊളിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം അത് കവർ ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒന്ന് റേഡിയോ ആക്ടിവിറ്റി, കാരണം അത് ഓൾറെഡി അത് തകർന്നിട്ട് റേഡിയോ ആക്ടിവിറ്റി ലീക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പുറത്തേക്ക് അധികം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് അവർ ഈ ഒരു സാധനം കവർ ചെയ്തത്. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അവർ അതിൻ്റെ അകത്തൊക്കെ പൊളിക്കുന്നുണ്ട്. ആ ഒരു നാലാമത്തെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് കവർ ചെയ്തത്. ആരുമില്ല ഇവിടെ, ഒരാളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഭാഗത്ത് പട്ടാളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു ഇതിൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇതൊരു മോനുമെൻ്റിലാണ്. ഇവിടെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, ഇതിനു വേണ്ടി അധ്വാനിച്ച ആൾക്കാർക്കുള്ള ഒരു സ്മാരകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഇംഗ്ലീഷ് ഇല്ല കേട്ടോ, ഇതെല്ലാം റഷ്യനാണ്. അതെ, ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിച്ചിടാം. ടു ഹീറോസ്, പ്രൊഫഷണൽസ്, to those who protected the world from nuclear disaster in honor of the 20th anniversary of shelter object construction. 1986 പൊട്ടിത്തെറിച്ച് ഇത് 2006, 20 വർഷത്തിന് ശേഷം ഈ ഷെൽട്ടർ പണിയുമ്പം അവരൊരു സ്മാരകം പോലെ കൊടുത്തതാണ്. പിന്നെ ഇതിൽ ഇവർ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, to those who protected the world from nuclear disaster. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ അപകടത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ചവർ, ഉക്രൈനല്ല, ലോകത്തെ രക്ഷിച്ചവർ. അത് കറക്റ്റാട്ടോ, കാരണം ന്യൂക്ലിയർ എന്ന് പറയുന്നത് അത് പൊട്ടിയാൽ തീർന്നു. അപ്പം ഞാൻ നിൽക്കുന്നില്ലേ, 56 റേഡിയേഷൻ, 56 ഉണ്ടോ, ഇങ്ങനെ സൗണ്ട് കേട്ടോ, 0.57 റേഡിയേഷൻ ഇവിടെ. നമ്മൾ അവിടെ നിന്ന് എത്രയായിരുന്നു, 9-10 ആയിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ കേട്ടോ 60 ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് കൂടി വരുന്നുണ്ട്. 61, 0.61 ഇവിടെ. അതാണ് പൊട്ടിയ സാധനം. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട് ഇവിടെ എന്താ പറയുക, ന്യൂക്ലിയറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ വികിരണം വരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരും, നമ്മളെ കുട്ടികളുണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു പൊട്ടത്തിലാണ്. ഇവിടെ ഗൈഡൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ 82, 82 വാണിംഗ് അടിക്കുന്നുണ്ടോ, 88 കേട്ടോ ഇവിടുത്തെ ഗാമ. അതൊക്കെ വെറുതെ പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഗൈഡ് പണിയെടുക്കുന്നുണ്ട്. പിന്നെ പലരും പറയുന്നുണ്ട്, ഇവിടെ എന്നോട് പറഞ്ഞതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഞാൻ നല്ല അടിപൊളി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇത് കഴുകിയിട്ട് നാട്ടിൽ പോകുമ്പോൾ എടുക്കുകയും ചെയ്യും. അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പഠിച്ച ആൾക്കാർ പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. അതല്ലാതെ എട്ടും തിരിയാണ്ട് വെറുതെ എന്തെങ്കിലും തട്ടിവിടുന്ന കേട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇതിൻ്റെ ഒരു ചുറ്റുമുള്ള കാഴ്ചയാണ്.
ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ പറ്റിയ മരം കേട്ടോ. ഓണത്തിനിടയിൽ പൊട്ടുവെച്ചണ പോലെ കട്ടർ നല്ലൊരു ഭംഗി കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എടാ ഇവിടെ 79, 86, 86. Yeah. I will show you more. Show you more? I will show you more. So can I have a baby? No problem, right? No problem. ഞാൻ ചോദിച്ചായിരുന്നു. Yeah. No, it's fine. You will have a baby, but it's the same hair color. ഇതേപോലത്തെ കളറുള്ള ബേബിനെ കിട്ടുന്നോളൂ പറഞ്ഞേ. ആ മല്ലു ബേബി നോ കളർ, ബ്ലാക്ക് കളർ ഓൺലി. 2 കുട്ടികളിൽ 2ഉം ബ്ലാക്കാ. No, I'm pretty sure that my kids, they will have normal hair color. I'm Okay. sure about Yeah, but for your baby I think they get green, yellow, red, blue. 11 fingers. 11 fingers. കുഞ്ഞുമക്കൾ വീഡിയോ കാണുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. Yeah, let's go. Look, this bus. You see there are sign of bus stop, yeah? Okay. So there are special buses for the workers of the power plant, because somewhere in the exclusion zone you can see these bus stops just abandoned already. Yeah. But in the territory of the zone we have special buses for workers. They have their exact roads where they drive from to, for example, from the power plant to canteen, for example, from the power plant to some burial sites of radioactive waste. And you see, it's like usual bus, but unfortunately nobody sells tickets inside. Yeah, but workers just use it for transportation, because not all people here, they have their own cars. So there is huge infrastructure. The exclusion zone is not just a lot of abandoned places. This place is still alive, and it will be alive forever somehow. Yeah, so the workers are working here inside every day. Yes, every day. അവർ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഇവിടുത്തെ ജോലിക്കാർ ഒരു ബസ്സിൽ വന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നുണ്ടോ സാധാരണ പോലെ തന്നെ. ഈ ന്യൂക്ലിയറിൻ്റെ ഇതിനകത്ത് ഇവിടെയൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. So where we going next? Pripyat? We are going next. It's the most interesting part. It's abandoned town of Pripyat, kind of paradise of Soviet Union. That's our next stop. Okay. ഏതായാലും പ്രിപ്യാത്തിലെ കാഴ്ചകളുമായിട്ട് നമുക്കേതായാലും അടുത്ത എപ്പിസോഡിൽ വരാം. കാണുന്ന വെച്ചാൽ ഒരുപാട് മനുഷ്യർ ജനിച്ച് ജീവിച്ച് വളർന്ന് വന്ന ഒരു ടൗണ്. നമ്മുടെ എറണാകുളം ആലപ്പുഴ ഒക്കെ പോലെയല്ല ഒരു ടൗണ്. ആ ടൗൺ ഒറ്റ രാത്രി കൊണ്ട് ആൾക്കാർ ഒഴിപ്പിച്ച് പോയൊരു ടൗൺ. നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ജനങ്ങളില്ല എന്നുള്ളൂ. നേരത്തെ പറഞ്ഞ തന്നെ അവിടെ ജനങ്ങളില്ല, പക്ഷേങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരാൾ ഉപയോഗിക്കാതെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നാളെ കാണാം. അതുപോലെ ആ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ കൊണ്ട് പിൻ ചെയ്യും. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത വീഡിയോ കാണാം. അതല്ലെങ്കിൽ ചാനൽ ഓപ്പൺ ആയിട്ട് അതിൽ കയറിയിട്ട് പ്രിപ്യാത്തിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. നാളത്തെ എപ്പിസോഡ് നമുക്കേതായാലും പ്രിപ്യാത്തിൽ ആ ഒരു അബാൻഡൻ സിറ്റിയുടെ അത്ഭുത കാഴ്ചകളുമായിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.